ജന്മാദ്യസ്തേതുന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തേ സൂര്യ തേജോ വാരിമൃതാം യഥാവിനിമയോ യത്ര തിസർഗോംഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങളുടെ സഹകരണത്തിലാണ് ചാനലിൻ്റെ നിലനിൽപ്പ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കും. ശ്രീമദ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധം 9-ാം അധ്യായം ബ്രഹ്മാവിൻ്റെ സ്തുതി. ഈ സ്തുതിക്കും ഉപദേശങ്ങൾക്കും ഉദ്യോപദേശം കപിലോ അങ്ങനെ ഉപദേശങ്ങൾക്കും സ്തുതിക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അതാണ് ശരിക്കും ഈ ഭാഗവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതെന്നാണ് അറിവുള്ള ഭാഗവതം അങ്ങനെ തന്നെ പറയണം. ദ്വാദശസ്കന്ധത്തിൽ പറയണത് ഈ കഥകളൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തിനാ കഥ പറഞ്ഞത്? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉദാഹരിച്ചത് മാത്രമാണ്. ഉദാഹരിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ എന്ന് പറയുക, അപ്പം അതിനല്ല പ്രാധാന്യം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനാണ് പ്രാധാന്യം. ദോഷത്തിൽ എന്താ പറയണമെന്ന് വെച്ചാൽ കഥകളൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, പരീക്ഷത്തെ അതിൽ കടന്ന് തിരിയണ്ട. അത് നടക്കണതാണോ നടക്കാത്തതാണോ രണ്ടും ചിന്തിക്കേണ്ട, വാദിക്കേണ്ട എന്ന് പറയണം. നടക്കും എന്ന് വാദിക്കാൻ പുറപ്പെടണ്ട, നടക്കില്ല എന്ന് വാദിക്കാനും പുറപ്പെടണ്ട. അതിലൊരു വിഷയമല്ല. പിന്നെയോ എത്ര ഉത്തമ ശ്ലോക ഗുണാനുവാദ സംഗീയതേ അഭീഷ്ണം പറഞ്ഞിരിക്കണു. എവിടെയാണ് ഭഗവാന്റെ കീർത്തനങ്ങളുള്ളത്? അതായത് സ്തുതി കീർത്തനാണ്. ആ സ്തുതി എപ്പോഴും ചെല്ലുക, എപ്പോഴും പറയുക, ദിവസവും വായിക്കാം. എല്ലാ സ്തുതിയും എന്നും വായിക്കാൻ പറ്റില്ല. 65 സ്തുതികളുണ്ട്. എല്ലാ ദിവസവും വായിക്കുകയെന്നല്ല, എല്ലാ ദിവസവും കുറച്ചെങ്കിലും സ്തുതി അല്ലെങ്കിൽ ഒരു സ്തുതിയെങ്കിലും ഒക്കെ ചെല്ലുക. അതാണ് എപ്പോഴും ചെല്ലേണ്ടത്. ഭാഗവതപ്പോൾ നമ്മൾ വായിക്കാൻ പഠിച്ചു, അല്ലെങ്കിൽ വേദിയിൽ വായിച്ചു, അമ്പലത്തിൽ അത് വീട്ടിലിപ്പോൾ ദിവസം ഇരുന്ന് ഇങ്ങനെ വായിച്ചു കൊള്ളണം. ആ അക്ഷരങ്ങൾക്ക് ശക്തി ഉണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. അക്ഷരങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തിയുണ്ട്. പക്ഷെ ആ സ്തുതികൾക്കാണ് അധികം പ്രാധാന്യം എന്നാണ് പറഞ്ഞത്. ഭാഗവതം എൻ്റയർലി നല്ല തന്നെയാണ്. അതിൽ വിശേഷമുണ്ട് സ്തുതികൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ അതിങ്ങനെ പറഞ്ഞത്. അതൊക്കെ സ്തുതിച്ചു എന്ന് പറഞ്ഞിട്ട് നാരായണീയത്തിൽ സ്തുതികൾ പറയണില്ല, ബ്രഹ്മാവ് സ്തുതിച്ചു എന്നേ പറയുന്നുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, സ്തുതികൾ പറയേണ്ട. അതാണ് ഭാഗവതം കൊണ്ട് ഉൾക്കൊള്ളേണ്ടത് നമ്മൾ. ഇപ്പോൾ ഇവിടെ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അന്യാഭൃതാർത്ഥ കരണാ നിശിനിശ്ചയാന നാനാ മനോരഥതിയാ ക്ഷണഭഗ്ന നിദ്ര. പകലൊക്കെ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച്, ശ്രമം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സുകൊണ്ടും ആവാം, ശരീരം കൊണ്ടും ആവാം. ഋഷിമാർക്കിപ്പോൾ ഇവിടെ ഋഷികളുടെ കാരണം ദൈവാകഥാർത്ഥ രചന ഋഷികളുടെ കാര്യം മനസ്സുകൊണ്ടാണ് ശ്രമം. ശാരീരികമായിട്ടുള്ള അധ്വാനം അല്ലല്ലോ അവർക്കുണ്ടാവുക. മനുഷ്യന് സാധാരണക്കാർക്കോ ശാരീരിക അധ്വാനം ഉണ്ടാവും, ഇല്ലേ? അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും അധ്വാനിക്കുകയാണ് മനുഷ്യൻ. എന്തിനു വേണ്ടിയിട്ട്? പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട്. ഫലമോ? പകലത്തെ അധ്വാനം കൊണ്ട് ക്ഷീണം ഉണ്ടാവുന്നു, രാത്രി ഉറക്കവും നഷ്ടപ്പെടുന്നു. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. പല ആൾക്കാരും ഒരു കൃത്യസമയത്ത് ഉണരുന്നുണ്ട് രാത്രി എന്നാണ്. അത് ഉണർന്നാൽ പിന്നെ അവർക്ക് ഉറക്കമില്ല. അതൊരു രോഗം പോലെയാണ്. ഈ ഉറക്കത്തിൽ സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഡോക്ടർമാരുണ്ടോ അറിയില്ല കേട്ടോ, അവർ പറയണത്. ചില ഡോക്ടർമാർ അവർ ആരാന്ന് ഓർമ്മയില്ല, സ്പെഷ്യലിസ്റ്റാണോ റേഡിയോയിലൊക്കെ ഈ ഹെൽത്തിൽ പറഞ്ഞിരുന്നു. ഫോണിൻ കാളിൽ അവർ അങ്ങനെയാണ്. എപ്പോഴും ഞാൻ 2:30 ഉണരുകയാണ് ഡോക്ടറെ, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, അതിനെന്താണ് പരിഹാരം? ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ട്. അത് കോമൺ ഇതായിട്ടാണ് ഇപ്പോൾ പലതും പറയണത്. അതെന്താ കാരണം വെച്ചാൽ 2 കാരണം. ഒന്ന് ഫിസിക്കലായിട്ടുള്ള കാരണമുണ്ട്, ഒന്ന് മെൻ്റലായിട്ടുള്ള കാരണമുണ്ട്. ഈ ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങാത്തത് മാനസിക പ്രശ്നമാണ്.
അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും മൂത്രം ഒഴിക്കാൻ എണീക്കണു, അത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങണവരുണ്ട്. അതുകൊണ്ട് എണീക്കണത് ഒരു വലിയ തെറ്റോ പ്രോബ്ലം അല്ല, വീണ്ടും ഉറങ്ങാത്തത് ഒരു പ്രശ്നമാണ് എന്നാണ് പറയണത്. അതെന്താ കാരണം വെച്ചാൽ ഉണർന്നാൽ ചിന്ത തുടങ്ങായി, ഉണർന്നാൽ ചിന്ത തുടങ്ങുകയാണ്. ഇന്നലെ വരെ ചിന്തിച്ച് വെച്ച കാര്യം, പ്രവർത്തിച്ച് വെച്ച കാര്യം, നാളെ ഇതൊന്നും ചിന്തിക്കേണ്ട സമയമല്ല രാത്രി 2:30. അതൊന്നും മനസ്സിലാക്കണം, വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് സ്തുതികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്തുതിയാണ്ട് വായിച്ചു പോയി വല്ല കാര്യമുണ്ടോ? പോരാ. പകൽ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അത് വേണ്ടേ? വളരെ ചോദ്യം വരാം. പക്ഷേ ഈ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമം ഭാഗവതം 1-2 ആക്കുകയാണ്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവുമാണ് പുരുഷാർത്ഥങ്ങളെങ്കിൽ ധർമാർത്ഥ കാമങ്ങളെ 2-ാം സ്ഥാനത്തേക്ക് കാണൂ, മോക്ഷത്തിന് 1-ാം സ്ഥാനം കൊടുക്കൂ എന്നൊരു തിരുത്തൽ ഭാഗവതത്തിലുണ്ട്. മഹാഭാരതം വരെ ആ സംഗതി ഇല്ല. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും 4-നുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് മാറ്റി ഇവിടെ. എന്താ കാരണം? ധർമ്മം വേണ്ടേ, അർത്ഥം വേണ്ടേ, കാമം വേണ്ടേ? വേണം. പക്ഷേ ഇതിൽ 3-നും ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ അവിടെയൊക്കെ ലേശം ഒന്ന് പറയേണ്ടതുണ്ടാവും കേട്ടോ. പറയണം, നമ്മൾ മനസ്സിലാക്കും കൂടി വേണമല്ലോ. എന്താണ് ധർമ്മവും അർത്ഥവും കാമത്തിൻ്റെ പരിമിതി? അതൊരിക്കലും പൂർണ്ണമാവില്ല. അതന്നെ, എത്ര നമ്മൾ ധർമാർത്ഥ കാമങ്ങൾ നേടണം, സുഖം അനുഭവിക്കണം, അല്ലാണ്ടോ ധർമാർത്ഥ കാമങ്ങൾ സുഖം അനുഭവിക്കണം എന്ന് വിചാരിച്ചാലും ആരുടെയെങ്കിലും ജീവിതം പൂർണ്ണമായിട്ടുണ്ടോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഉത്തരം. എന്തെങ്കിലും അപൂർണത ഉണ്ടാവും. ഒന്നെങ്കിലോ പൈസ ഇല്ല വേണ്ടത്ര, അതന്നെ വലിയ തലവേദനയാണ്. പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും നമുക്ക് ചെയ്യേണ്ടത് ചെയ്തു എന്നൊരു സമാധാനം ഉണ്ടല്ലോ. രോഗം വന്നു, ചികിത്സിച്ചു, പൈസയുണ്ട്, ചികിത്സിച്ചു, പിന്നെ വരണത് വിധി. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ വലിയ വിഷമാണ്, സന്താനം ഇല്ലെങ്കിൽ വലിയ വിഷമാണ്, ഉണ്ടായിട്ട് അവർക്ക് അംഗവൈകല്യം വന്നാൽ അതിലേറെ വിഷമാണ്, അവർ പറഞ്ഞാൽ കേൾക്കാത്തവരായാലോ അതിലേറെ വിഷമാണ്, അവർ പ്രാപ്തി ഇല്ലാത്തവരായാലും അപ്പോഴും വിഷമാണ്. അപ്പോൾ ഇത് ഏതെങ്കിലും ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടാലോ അതിലേറെ ദുഃഖമാണ്. അപ്പോൾ പുരുഷാർത്ഥങ്ങൾ ഒരിക്കലും പൂർണ്ണമല്ല, ആവില്ല എന്ന തിരിച്ചറിവ് മഹാഭാരതം രചിച്ചപ്പോൾ വ്യാസനുണ്ടായി എന്നാണ്. അപ്പോൾ അതിന് ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ശ്രമിക്കുക, കിട്ടിയില്ലെങ്കിൽ വേണ്ട, കിട്ടിയതായി, അത്രയേ ഉള്ളൂ. പുരുഷാർത്ഥങ്ങൾ കിട്ടിയതായി, അത്രയേ ഉള്ളൂ. ഇല്ലാത്തതിനെ തള്ളാൻ സാധിക്കണം. അതാണ് ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. ഇതേതോ ഒന്നിലത്തേനെ തോന്നുന്നില്ല. എന്തൊക്കെ നമുക്ക് വന്നു അത് സ്വീകരിക്കുക, ചീത്തയായാലും നല്ലതായാലും. എന്തൊക്കെ പോയോ അതിനെ തള്ളുക, നല്ലതായാലും ചീത്തയായാലും പോയാൽ തള്ളിക്കൊള്ളുക. ആയാതം അപേക്ഷണീയം, ഗതം ഗതം സർവം ഉപേക്ഷണീയം. കയ്യിൽ നിന്ന് പോയത് പോട്ടെ, അങ്ങോട്ട് വന്നതോ ആയിക്കോട്ടെ. ഇതിന് പഠിച്ചാൽ മനുഷ്യന് ദുഃഖം ഉണ്ടാവില്ല. അത് പുരുഷാർത്ഥങ്ങളുടെ കാര്യത്തിൽ വളരെ കറക്റ്റാണ്. എല്ലാം കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? പകല് പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, രാത്രി ചിന്ത കൊണ്ട് ഉറക്കത്തേക്ക് എടുത്തുന്നു. ഇത് രണ്ടും ലേശമൊന്നും മാറ്റിക്കോളൂ. രാത്രി ചിന്തിക്കാതിരിക്കുക, അപ്പോൾ ഉറക്കം വന്നോളും. ചിന്തയാണ് ഉറക്കത്തിന് ഭംഗം ഉണ്ടാക്കി തീർക്കണത്. യുഷ്മത് പ്രസംഗ വിമുഖ ഇക സംസരന്തി. ഇതൊക്കെ എന്തുകൊണ്ടാണ് അറിയോ? യഥാർത്ഥത്തിൽ ഭഗവാനോടുള്ള താല്പര്യം കുറയുക. ഭഗവാനോടുള്ള താല്പര്യം കുറഞ്ഞ് പുരുഷാർത്ഥങ്ങളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല എന്നാണ്. ധർമ്മമായിക്കോട്ടെ, അർത്ഥമായിക്കോട്ടെ, കാമമായിക്കോട്ടെ, മോക്ഷമായിക്കോട്ടെ, ഭഗവാനെ സ്നേഹിക്കാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് തന്നെയുണ്ട്. അതാണ് ഒരാൾ ചോദിച്ചത്, നിങ്ങൾക്ക് ഭഗവാനെ വേണോ, ഭഗവാന്റെ ശക്തികളുടെ അനുഗ്രഹം വേണോ എന്ന് ചോദിച്ചു. ഒരാൾ പറഞ്ഞു എനിക്ക് ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട് കിട്ടുന്ന സംഗതികൾ വേണം. മറ്റേ ആൾ പറഞ്ഞു എനിക്ക് ഭഗവാനെയാണ് വേണ്ടത്. അതെന്താ കാരണം? ഭഗവാന്റെ ശക്തി കൊണ്ട് കിട്ടുന്നത് ഒന്നും ശാശ്വതമല്ല. ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെ കിട്ടുന്നതായാലും അത് ഭൗതികം, ശാശ്വതമല്ല. ഭഗവാൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊക്കെ അവധി ഉണ്ട് അത്രേ.
അവധി വെച്ചിട്ടേ തരാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ അതിനെ എന്തിനാ അതിൻ്റെ പിന്നാലെ പോകണം? ശാശ്വതം എന്താ? ഭഗവാൻ ശാശ്വതമാണ്. മാത്രമല്ല ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ മറ്റതൊക്കെ യോഗത്തിനനുസരിച്ച് നമുക്ക് വന്നോളും. പിന്നെ എന്തിനീ ഓരോന്നിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന മഹത്തായ സന്ദേശം ശ്രീമദ് ഭാഗവതത്തിലുണ്ട് എന്ന് ഈ സ്തുതിയിൽ നമ്മൾ മനസ്സിലാക്കുക. ത്വം ഭാവയോഗ പരിഭാവിത കൃത്സരോജ ആസേഷു ദേക്ഷിതപദോ നനുനാഥ പുംസാം യദ്യാത ഉരുഗായ വിഭാവയന്തി തത്തത്വഭു പ്രണയസേ സദനുഗ്രഹായ. ഇവിടെ ഭാവയോഗം എന്ന വാക്കിനർത്ഥം ഭക്തിയോഗം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭക്തിയോഗം ആണ് ശരി. പരിഭാവിതം ശുദ്ധമാക്കപ്പെട്ട ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനെ ഇഷ്ടപ്പെടുകയാണ്. ഭഗവാൻ തരുന്ന വസ്തുക്കൾ, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളെ സ്നേഹിക്കുന്നില്ല. കിട്ടിയാൽ കിട്ടട്ടെ, ഈ ഇല്ലെങ്കിൽ വേണ്ട, അത്രേ വയ്ക്കാൻ പാടൂ ആസ്ഥ. ഭാവയോഗം ഭഗവാനിൽ ശ്രദ്ധയുള്ളവർ, ഭഗവാൻ തരുന്ന വസ്തുക്കളിലല്ല കേട്ടോ. ഹൃത്സരോജേ ഹൃദയമാകുന്ന താമരയിൽ. അവർക്ക് സ്വർണമില്ല, ധനമില്ല, മക്കളില്ല, ഭാര്യയില്ല, വീടുമില്ല, ഒന്നുമില്ല. മനസ്സിലെന്തേ ഉള്ളൂ? ഹൃത്സരോജേ ശ്രുതേക്ഷിത പദ, ഈശ്വരീയമായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 2 നമ്പർ ഇടാൻ ഇല്ല, രണ്ടാമതൊരു നമ്പർ ഇല്ല. ശ്രുതേക്ഷിത പഥ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് മനസ്സുറച്ചവർ. കേൾക്കലോണ് മനസ്സുറയ്ക്കാൻ ഏറ്റവും വേണ്ടത്. കേൾക്കാണ്ട് ആരാ എന്താ അറിയുക? കേൾക്കാതെ കണ്ട് ഈ ലോകത്തിൽ ആരും ഒന്നും അറിയില്ല. ഇപ്പോൾ ചെവിയോ സംസാരശേഷിയോ ഇല്ലാത്തവരുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അവർക്ക് ഈ കേൾവി എന്ന മഹത്തായ അനുഗ്രഹം ഇല്ല. വയസ്സായാൽ നമുക്കുണ്ടാവില്ല. അപ്പം എത്ര വലിയൊരു ശിക്ഷയായിരിക്കും ജീവിതത്തിലത്. ഭാഗവതം കേൾക്കാൻ വയ്യ, മ്യൂസിക് കേൾക്കാൻ വയ്യ, നല്ലത് കാണാൻ വയ്യ. കണ്ണ്, മൂക്ക്, ചെവി. കണ്ണും ചെവി വളരെ പ്രധാനമാണ്. പിന്നെ സംസാരശേഷി, ഇത് 3. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ശ്രുതേക്ഷിത പഥ, കേട്ടിട്ട് ഉറച്ച മനസ്സോടു കൂടിയവർ. കേൾവി ശ്രവണമാണ് ഭക്തിയുടെ ഏറ്റവും തുടക്കം. ത്വം ആസേ ഇരിക്കുന്നു. ഈശ്വര കഥകളും മാഹാത്മ്യങ്ങളും മറ്റൊരാൾ പറഞ്ഞത് വീണ്ടും പറഞ്ഞ് അങ്ങനെ പറഞ്ഞു നമ്മളും പറയണു അല്ലേ? അത് പറയുന്നത് കേൾക്കുമ്പോൾ നാഥ ഭഗവാനെ അങ്ങ് ഹൃദയത്തിൽ ഇരിക്കുന്നു. പിന്നെ അവർക്ക് എന്താണ് വേണ്ടത്? അതൊരു വല്ലാത്തൊരു അവസ്ഥയാണത്. ഉരുഗായ ബഹുവിധത്തിൽ കീർത്തിക്കപ്പെട്ടിരിക്കുന്നവനെ. ഉരുഗായൻ കീർത്തിതൻ, പാസീവ്. ദിയ ബുദ്ധി കൊണ്ട്. യത്തത് ബഭു ഏതേത് രൂപത്തെ വിഭാവയന്തി. യത്തത് ബഭു വിഭാവയന്തി, ഏതൊന്നിനെ ധ്യാനിക്കുന്നു. തത്തത് ബഭു അതാത് രൂപത്തെ പ്രകാശിപ്പിക്കുന്നു. എങ്ങനെ മനസ്സിനെ ഭഗവാനെ ധ്യാനിക്കുന്നുവോ ആ രൂപത്തിൽ അനുഭവം ഉണ്ടാവും. അപ്പം മനസ്സ് തന്നെയാണ് ഈശ്വരൻ്റെ അനുഭവം സൃഷ്ടിക്കുന്നത്. ഭഗവാന് നിശ്ചിത രൂപം ഇല്ല, സംശയിക്കൊന്നും വേണ്ട. നമ്മളാണ് ശിവനായിട്ടും വിഷ്ണുവായിട്ടും രൂപം കൊടുക്കുന്നത്. ചിലർ പറയും ശിവനാണ് യഥാർത്ഥ ഈശ്വരൻ, വിഷ്ണുവാണ് യഥാർത്ഥ ഈശ്വരൻ, വിഷ്ണുവെ കഴിച്ചിട്ടേ ബാക്കിയൊക്കെ ഉള്ളൂ, ഇതിനൊക്കെ മീതയാണ്. ഇതൊക്കെ തെറ്റാണ്, ഈ പറയണതൊക്കെ തെറ്റാണ്. അതിലൊരു വിചിത്രവാദം ചിലർ കൊണ്ടുവരുന്നുണ്ട്. ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ശിവനാണ്. തമിഴ്നാട് പറഞ്ഞത് ആ വേദവാക്യം, അത് എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? അതവിടെ പ്രാദേശികമായിട്ട് പിന്തുടരുന്ന ഒരു സമ്പ്രദായത്രേ ഉള്ളൂ. ഈശ്വരൻ കോവിൽ നിന്ന് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഞാൻ ചോദിക്കട്ടെ. വലിയൊരു പണ്ഡിതൻ പറയുന്നത് കേട്ടതാണ് ഞാൻ. ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ ശിവനാണ്. സാധാരണക്കാരൊന്നും അല്ല കേട്ടോ ഞാൻ കേട്ടത്, അയാളുടെ പേരൊന്നും ഞാൻ പറയില്ല. ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ കോവിലാണ്. പെരുമാൾ കോവിൽ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. എന്ത് ശിവന് പെരുമാൾ എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എവിടെ പറഞ്ഞിട്ടുണ്ട് പാടില്ല എന്ന്? അപ്പോൾ അത് ഞാൻ അവിടേക്ക് പോകണില്ല, വേറെ വിഷയങ്ങളാണ്. എന്തായാലും ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനല്ല, വിഷ്ണുവല്ല, ദേവിയല്ല, ഒന്നുമല്ല. അല്ല 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 എന്ന് നേതി പ്രക്രിയയിൽ കൂടെ നിഷേധിക്കുകയാണ്. ഒരു ഈശ്വരനും പരമമൊന്നുമല്ല.
ഇതെല്ലാം നമ്മൾ കൽപ്പിക്കുകയാണ്. ആ അനുഭവം ഭക്തനുണ്ടാവും. ഏതേതു രൂപത്തെ വിഭാവയന്തി, അതിനെപ്പറ്റി ഇപ്പോൾ പറഞ്ഞത്. ധിയാ, ബുദ്ധി കൊണ്ട്. എത്തത് വപു വിഭാവയന്തി, ഗീതയിലും ഇത് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈശ്വരയുടെ രൂപമില്ല. നിരീഹം, നിർമ്മലം, നിരഞ്ജനം, ഓങ്കാരം, ഏതായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നുവോ ആ അനുഭവം അവന് ഉണ്ടാവും. അവനെ ആ രൂപത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു അർജുന. ഗീതയിൽ വളരെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് സദനുഗ്രഹായ തത്തത് ബഭു, ഏതെങ്കിലും ഒരു രൂപത്തിൽ വിചാരിക്കണം, അതാ വേണ്ടത്. പറഞ്ഞു ഒന്നുമല്ലാണ്ട് എവിടേക്കാളും നല്ലത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുക തന്നെയാണ് സഗുണ ആരാധനയിൽ വേണ്ടത്. നിരാഹാരമാണ്, നിരാകാരമാണ്, ഓങ്കാരമാണ്, നിരഞ്ജനമാണ്, നിർമ്മലമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് രൂപത്തിൽ വിശ്വാസമില്ല എന്ന് വന്നാൽ അവൻ എവിടെ എത്താണ്ടാവും. അതും കൂടി ഓർക്കണം. അതൊന്നും ഇല്ലല്ലോ, പിന്നെ ഇപ്പോൾ എന്താ ഇപ്പം ഇതിനൊക്കെ അർത്ഥം? അങ്ങനെ ചിന്തിച്ചവൻ ഉഭയഭ്രഷ്ടനാവുന്ന പറയുക. ഭയഭ്രഷ്ടൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടിലും ഉണ്ടാവില്ല. സഗുണാരാധനയിൽ നിന്ന് അവൻ ഭ്രഷ്ടാവും, നിർഗുണാരാധനയിലും അവൻ ഭ്രഷ്ടാവും. നേരെ മറിച്ച് സഗുണത്തിൽ കൂടെ പോയാലോ രണ്ടും അവന് കിട്ടും. അതാ പ്രത്യേകത. അതുകൊണ്ട് സാധാരണക്കാർക്ക്, സാധാരണ മട്ടിൽ പോകുന്നവർക്ക് സഗുണാരാധന തന്നെയാണ് അപകടരഹിതമായിട്ടുള്ളത്, സുരക്ഷിതം. തത്തത് ബഭു പ്രണയസേ, അതാത് ശരീരം നമ്മൾ ധ്യാനിക്കണ വിധം ഭഗവാൻ പ്രകാശിപ്പിക്കുന്നു. നമ്മൾ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം നേടണത് എന്നാണ്. എടുക്കുകയാണ്. കിണറിന്ന് വെള്ളം ഇങ്ങോട്ട് തരുമോ? കിണർ അനുഗ്രഹിച്ചിട്ട് നിനക്ക് കുറച്ച് വെള്ളം ഞാൻ തരാം, ഒരിക്കലും തരില്ല. ഒന്നെങ്കിലും പമ്പ് വെച്ച് അടിക്കണം, അല്ലെങ്കിൽ ബക്കറ്റ് വെച്ച് കോരണം കയറുണ്ട്. ഇതുപോലെയാണെന്നാണ് ചിലരുടെ അഭിപ്രായം. ഈശ്വരാനുഗ്രഹം നമ്മൾ നേടുകയാണ്. ഏതിൽ കൂടെ? ഉപാസനയിൽ കൂടെ. കയറും ബക്കറ്റും മെഷീനും ഒക്കെയാണ് ഭക്തി, ശ്രവണം, നമസ്കരിക്കുക, ഇതൊക്കെ ക്ഷേത്ര ദർശനം, ധ്യാനം, ഇതൊക്കെ തന്നെയാണ് വെള്ളം. അത് എടുക്കണം, എന്നാൽ കിട്ടും. ആർക്കും കിട്ടും, അല്ലെങ്കിൽ കിട്ടൂല. ഈശ്വരൻ തരണമൊന്നുമില്ല, കൈ കോരി തരണമൊന്നുമില്ല എന്നാണ് പറയണം. എടുക്കുകയാണ്, നമ്മൾ എടുക്കുകയാണ്. നമ്മുടെ കഴിവാണത്. എല്ലാവർക്കും അനുഗ്രഹം കിട്ടില്ല, എല്ലാവരും പരിശ്രമിക്കുന്നില്ല. ഭഗവാനൊന്നും ചെയ്യണില്ല, ആരെയും അനുഗ്രഹിക്കണില്ല. പക്ഷേ ഭക്തി കൂടെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയും. ശരിക്കും ഭഗവാൻ ആരെയും അനുഗ്രഹിക്കണില്ല, നിഗ്രഹിക്കണില്ല. ഇത് കഥയിൽ കൂടെ പറയുകയാണ്. കംസനെ കൊന്നു, ഗോപത്രിയെ അനുഗ്രഹിച്ചത് കഥയാണ്, ഉദാഹരിക്കുകയാണ്, സത്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് ഗോപാലനാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് തന്നെ കഥ ഈ മാസത്തെ എന്ന് പറഞ്ഞാൽ കഥ സത്യമല്ല എന്നാണ്. വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം, ഈ പറയണതൊന്നും പാരമാർത്ഥ്യമല്ല. ഇതല്ല കേട്ടോ, സ്തോത്രങ്ങൾ പാരമാർത്ഥ്യമാണ്. ആ ശ്ലോകത്തിൽ അടുത്ത വരി അതാണ്. സ്തോത്രങ്ങൾ പാരമാർത്ഥ്യമാണ്, കഥ പാരമാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ളതല്ല, ഉദാഹരിക്കാനാണ്. അപ്പം അതുകൊണ്ട് നിഗ്രഹവും അനുഗ്രഹവും ഭഗവാന് രണ്ടും സത്യത്തിൽ ഇല്ല. നമ്മൾ എടുക്കണം. യദ്യാത ഉരുകായ വിഭാവയന്തി തത്തത്വബു പ്രണയസേ സദനുഗ്രഹായ നാതി പ്രസീദോപചിതോപചാരേരാരാതി തസ്സുരഗണർഹൃതിബദ്ധകാമേ യത് സർവഭൂതദയാ സദലഭ്യേകോ നാനാജനേഷപകിതസുഹൃദന്തരാത്മാ. നാനാജനേഷു, അവിടെ ജനം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളും എടുക്കാം, മനുഷ്യൻ മാത്രമല്ല. അതിനൊക്കെ സംസ്കൃതത്തിൽ ചിലപ്പോൾ കോമൺ ആയിട്ട് പറയും. എല്ലാ ശരീരത്തിലും ഈശ്വരൻ ഉണ്ടല്ലോ, മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ അല്ല. അപ്പം നാനാജനേഷു, എല്ലാവരിലും എടുക്കുക. അവഹിത പ്രവേശിച്ചവനും, അവിഹിതല്ല കേട്ടോ, അവഹിത പ്രവേശിച്ചവനും, എല്ലാ പ്രാണൻ്റെ ഉള്ളിലും ഈശ്വരനുണ്ട്. വല്ലാത്തൊരു അത്ഭുതമാണ് ആലോചിച്ചാലേ. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത. എല്ലാ പ്രാണികളുടെ ശരീരത്തിലും പ്രവേശിച്ച് കഴിക്കുന്ന ആഹാരത്തെ പ്രാണാപാന സമായുക്ത, പ്രാണനായിട്ടും അപാനനായിട്ടും ദഹിപ്പിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. ചെറിയ തകരാറ് വന്നാലോ, ഛർദിയായി, പോക്കായി, ബുദ്ധിമുട്ടായി, പൂവാണ്ടയായി, അല്ലേ, എന്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. അവഹിത പ്രവേശിച്ചിട്ട് സുഹൃത്ത്, ബന്ധുവും അന്തരാത്മാ, സർവാന്തര്യാമിയുമായ ഭവാൻ, ബ്രഹ്മാവ് ഭഗവാനോട് പറയണതാണ് ഭവാൻ സെക്കൻഡ് പേഴ്സൺ. അസതലഭ്യയ, അസത്തുക്കൾക്ക് ലഭിക്കാത്തതായ, സർവഭൂതദയ, സകല പ്രാണികളിലുമുള്ള ദയ കൊണ്ട്,
യഥാ പ്രസീദതി ഏത് വിധം പ്രസാദിക്കുന്നുവോ, യഥാ പ്രസീദതി ഏതുവിധം പ്രസാദിക്കുന്നുവോ ഹൃദി മനസ്സിൽ, ബദ്ധകാമി ആഗ്രഹമുള്ളവരായ സുരഗണൈ ദേവസമൂഹങ്ങളിൽ, സുരഗണൈ ദേവസമൂഹങ്ങളിൽ, ഉപചിതോപചാരൈ വർദ്ധിച്ച ഉപചാരങ്ങളെ കൊണ്ട്, ഉപചിതോപചാരൈ വർദ്ധിച്ച ഉപചാരങ്ങളെ കൊണ്ട് ആരാധിത പൂജിക്കപ്പെടുന്നു. പഞ്ചോപചാരം, ഷോഡശോപചാര പൂജ പല തരത്തിലുണ്ട്. വിസ്തരിച്ചിട്ടുള്ളതാണ് ഷോഡശോപചാരം, 16 സംഗതികൾ. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്നിവയുടെ പ്രതീകമായിട്ട് ജലഗന്ധ, പുഷ്പ, ധൂപദീപങ്ങളാണ് 5 പഞ്ചോപചാരം. ഉപജിത അങ്ങനെ ആരാധിത പൂജിക്കപ്പെട്ടിരുന്നാലും തഥാ അപ്രകാരം ന അതിപ്രസീദതി പ്രസാദിക്കുന്നില്ല. ന അതിപ്രസീദതി, ന പ്ലസ് അതിപ്രസീദതി പ്രസാദിക്കുന്നില്ല. എല്ലാ പ്രാണികളിലും പ്രവേശിച്ചിട്ടുള്ള അന്തര്യാമിയായിട്ടുള്ള ഭഗവാൻ അസത്തുക്കൾക്ക് ലഭിക്കാത്തതായ പ്രാണികളിലും ഉള്ള ദയ കൊണ്ട് എപ്രകാരം ഹൃദി പ്രസാദിക്കുന്നുവോ, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ശ്ലോകമാണ്. അതായത് ഈ വിഗ്രഹത്തിലുള്ള പൂജ, ആരാധന, ആവാഹനം ഇതെല്ലാം ഒരു ഘട്ടം വരെ മാത്രമേ വേണ്ടൂ. ഏതുവരെ? ഈശ്വരൻ അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് വസിക്കുന്നവനല്ല, ഒരിക്കലുമല്ല. ലോകം മുഴുവനെ വ്യാപിച്ച് സർവപ്രാണികളിലും ചരാചരങ്ങളിലും വ്യാപിച്ചിട്ടുണ്ട്. കല്ലിലും തൂണിലും ജീവനില്ലാത്തതാ കല്ലൊക്കെ എന്നാണ് അപ്പം നമ്മൾ പറയണത്. ഇപ്പം നാളെ അതിലും ജീവൻ ഉണ്ടോയെന്ന് അറിയില്ല. ഈശ്വരൻ ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഈശ്വരൻ അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു വിഗ്രഹത്തിനെ പ്രതീകമാക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം പറഞ്ഞു, അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർ ഈശ്വര ചൈതന്യത്തെ അറിയാത്തവരായി തീരുന്നു. ന അതിപ്രസീദതി, വിഗ്രഹത്തിൽ ഉപചാരങ്ങൾ കൊടുത്ത് മണികൊട്ടിപ്പൂജ നടത്തിയിട്ട് നടക്കുന്നവർ, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവർ, അതിൽ കൂടെ മാത്രം കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട പോലെ ഈശ്വരനെ കാണുന്നവർ ഈശ്വരപ്രസാദം നേടുന്നില്ല. ഭാഗവതം പ്രത്യേകം പറഞ്ഞു. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട്. കപിലോപദേശത്തിലും കാണാം. നാതിപ്രസീദതി തഥോപചിതോപചാരി, ഉപചാരങ്ങളും നിവേദ്യങ്ങളും പൂജകളും നിലവിളക്കുകളും വെച്ച് ഭഗവാനെ പൂജിക്കുന്നവർ അങ്ങനെ തന്നെ ഉള്ളൂ എന്ന് കരുതുകയാണെങ്കിൽ കേട്ടോ, അതിൽ മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് പറഞ്ഞാൽ, മാത്രമല്ല ആരാധിത സുരഗണേർ ഹൃദിബദ്ധകാമൈ, പല ആഗ്രഹങ്ങളും വെച്ചിട്ടാണ് പൂജ നടത്തണത്. ആഗ്രഹമില്ലാത്തവർക്ക് പൂജയുടെ ആവശ്യമില്ല. ഭക്തിയോഗപരമായിട്ടുള്ള സംഗതികളെ വേണ്ടൂ. നീ പൂജിക്കുകയാണെങ്കിൽ അത് നിഷ്കാമാവും, ഒന്നും വേണമെന്ന് ചോദിക്കരുത് എന്നാണ്. അപ്പം ഞാൻ പറയാം, ഈ പൂജകൾ വലിയ ഗുണം ചെയ്യും എങ്കിൽ ദേവേന്ദ്രന് അഹങ്കാരം ഉണ്ടാവാൻ പാടുമോ? അവരൊക്കെ എത്രയോ പൂജ ചെയ്തവരല്ലേ. 1000 യാഗം ചെയ്തിട്ടാണ് ഇന്ദ്രനാവണത്. 1000 അല്ല കേട്ടോ, 100 യാഗം. 100 യാഗം പറഞ്ഞാൽ എന്താ ചില്ലറ കാര്യമാണ്? ഒരു യാഗം എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെ ഏർപ്പാട് വേണം. ഈ 100 യാഗം ചെയ്ത് ഇന്ദ്രപദവിയിലെത്തിയിട്ടുള്ള ദേവേന്ദ്രൻ അഹല്യയുടെ കാര്യത്തിൽ കാണിച്ചത് എന്താ? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തെമ്മാടിത്തല്ലേ. ചില ഭാഗവത്തിനും പറഞ്ഞ് പറയാൻ പാടും അറിയില്ല. അപ്പോൾ ഈ പൂജ കൊണ്ടൊന്നും മനസ്സ് ശുദ്ധാവണില്ല, യാഗം കൊണ്ടൊന്നും മനസ്സ് ശുദ്ധാവുന്നില്ല, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തണില്ല. ഇന്ദ്രനായതുകൊണ്ടൊക്കെ ആയോ? ഇന്ദ്രനായില്ല എന്നുള്ളതുകൊണ്ട് വല്ല കുറവുണ്ട് പറയാൻ പറ്റും? അക്രൂരനും ഗോപസ്ത്രീകളും ഉദ്ധവനൊന്നും ഇന്ദ്രനല്ലല്ലോ. അവർക്ക് എന്ത് കുറവുണ്ടായത്? ബ്രഹ്മാവിനേക്കാളും ശിവനേക്കാളും മീതെ എന്ന് പറഞ്ഞ ബ്രഹ്മശങ്കര മുഖാൻ അപീഹ, അവരേക്കാൾ പശുപാങ്കനകളെ ബഹുമാനിച്ചു ഭഗവാൻ. അതുകൊണ്ട് പൂജകളെ കൊണ്ട് ഈശ്വരനെ നേടി നമ്മൾ പൂർണ്ണരാവാം എന്ന് കരുതണ്ട. സർവഭൂത ദയ ആസതലഭ്യേകോ, സതല്ല അസത്,
അസത്തായിട്ടുള്ള മനസ്സ് എന്ന് പറഞ്ഞാൽ വിരക്തി ഉണ്ടാവണം. വിരക്തി ഇല്ലാത്തിടത്തോളം മനസ്സ് അസത്താണ്. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ സമ്പത്ത്, എൻ്റെ സാധനം, എൻ്റെ കൃഷിസ്ഥലം, എൻ്റെ വേഷം, ഈ എൻ്റെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവർ അസത്താണ്. അസതലഭ്യ ഏകോ, അസത്തുക്കളായിട്ടുള്ള അങ്ങനത്തെവർക്ക്, നമ്മളൊക്കെ അസത്തുക്കളാണ്. എൻ്റെ 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 എന്ന ഭാവം ഉണ്ടെങ്കിൽ അപ്പം അത് വിടുന്നവരാണ് സത്തുക്കൾ. അവിടേക്ക് എത്തുന്ന എല്ലാ ദിക്കിലും ഉള്ള ഈശ്വരനെ കാണുന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹം അല്ലെങ്കിൽ ഗുണം. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ 2 കൈ നീട്ടി അനുഗ്രഹിക്കുകയല്ല കേട്ടോ, നമ്മൾ നേടിയെടുക്കുന്ന ഒരവസ്ഥയാണ് അനുഗ്രഹം. അത് ആർക്കുണ്ടാവില്ല? അസത്തായിട്ടുള്ളവർക്ക് ഉണ്ടാവില്ല. അസത അലഭ്യ ഏകോ. പൂജയിൽ ആദ്യം വരണത് എൻ്റെ എന്നാണ്. ഭാരതഖണ്ഡ ഇന്ന ദേശത്തിൽ ഇന്ന നാളിൽ ജനിച്ചിട്ടുള്ളതായ ഞാൻ പൂജിക്കുന്നു, ഇന്ന നാളിൽ ജനിച്ചവർക്ക് വേണ്ടി പൂജിക്കുന്നു. ഭാരതഖണ്ഡേ ഉത്തരം എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കല്പങ്ങളുണ്ട്. ഇതൊക്കെ സ്വാർത്ഥമല്ലേ സത്യത്തിൽ? ഇങ്ങനെയൊക്കെയാണോ ഈശ്വര വിചാരം നടത്തുക? അതിന്നൊക്കെ അപ്പുറത്തേക്ക് എത്തണം എന്നാണ് പറയണത്. ഭാഗവതത്തിലേക്കും ഗീതയിലേക്കൊക്കെ എത്തിയ നാനാജനേഷ് അവഹിത, എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഈശ്വരനെ നമ്മുടെ ഉള്ളിലും ഉള്ള ഈശ്വരനായിട്ട് കാണാൻ പഠിക്കുന്ന ആ ഒരു ഗുണം ഏതുകൊണ്ടില്ല? ഉപചാരങ്ങളെ കൊണ്ട്, മണികൊട്ടി പൂജ കൊണ്ട് കിട്ടില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നാതി പ്രസീദതി തഥോപചിതോപചാരേ ആരാധിത സുരഗണർ ഹൃദിബദ്ധകാമേ. സുരഗണർ, ദേവന്മാർക്കടക്കം അഹങ്കാരമുണ്ട്, അവരൊക്കെ തികഞ്ഞവരല്ല. യത് സർവഭൂത ദയാസതലഭ്യേകോ, അസത്തുക്കളായിട്ടുള്ള അവർക്കൊരിക്കലും ഈശ്വരനെയൊന്നും കിട്ടില്ല. പിന്നെ ആരാപ്പം ഈ സത്തുക്കൾ? അക്രൂരൻ, ഉദ്ധവൻ, കുചേലൻ, കോപസ്ത്രീകൾ, ഉത്തരണ്ട്. അതേപോലെയുള്ളവരും അതേപോലെ ആർക്കാവാൻ കഴിയും? അവരൊക്കെ സത്തുക്കളാണ്. എത്ര ആൾക്കാരുണ്ട്? ഇന്നുണ്ട്. പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതാണ് സത്തുക്കൾ. അതാണ് ഏത് തീർത്ഥങ്ങളിൽ മുങ്ങുന്നതിനേക്കാൾ ഒരു സജ്ജനത്തിൻ്റെ കൂടെ കഴിഞ്ഞാൽ നല്ലതാത്രേ. നാനാജനേഷപഹിത സുഹൃതന്തരാത്മ പുംസാമതോ വിവിധ കർണഭിരത്തരേർദാനേന ജോഗ്രതപസാ വ്രതചര്യയാച ആരാധനം ഭഗവതത്വത ക്രിയാർത്ഥോ ധർമ്മോർപ്പിത കർഹിതേനയത്ര തത് പുംസാം. അതുകൊണ്ട് മനുഷ്യരുടെ അധ്വരാത്തേ യാഗാദികളെ വീണ്ടും എടുത്തു പറയുന്നു അടുത്ത ശ്ലോകത്തിൽ. വിവിധ കർമ്മഭി, നാനാകർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും, ഉഗ്രതപസ, അർത്ഥം പറയേണ്ട ആവശ്യമില്ല, അറിയാം. ഉഗ്രതപസ, തപസ് കൊണ്ടും, വ്രതചര്യ, ഏകാദശ്യാദി വ്രതങ്ങാനുഷ്ഠാനം കൊണ്ടും, ഭഗവത, സർവൈശ്വര്യരൂപനായ നിന്തിരുവഴിയുടെ പൂജനം, സത്ക്രിയാർത്ഥ, ഉത്തമക്രിയാബലം, എത്ര യാതൊരുവനിൽ അർപ്പിത സമർപ്പിക്കപ്പെട്ടതായ ധർമ്മക്രിയയാ കർഹിജിത്, യാതൊരു കാലത്തിലും നശിക്കുന്നില്ല. സകാമന്മാരിൽ ഏതെങ്കിലും ആഗ്രഹത്തോടു കൂടി ഈശ്വരനെ ഭജിക്കുന്നവർ ഭഗവാൻ അതിപ്രസന്നനല്ല. അതുകൊണ്ട് വിവേകികളായിട്ടുള്ള ജനങ്ങൾ ഒരുപാട് ദാനം, ധർമ്മം, വ്രതം മുതലായിട്ടത് അനുഷ്ഠിച്ച് എവിടേക്ക് എത്തുന്നു? ഏകാദശ്യാദി വ്രതാനുഷ്ഠാനം മുതലായിട്ടുള്ളതിലൊക്കെ ആ പരമഫലം എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരപ്രസാദമാണ്. അത് ഭക്തി കൊണ്ട് ഭക്തർ ഈ എളുപ്പത്തിൽ നേടുന്നു. അവിടെയാണ് ആലോചിച്ച് നോക്കൂ. വളരെയേറെ മൂക്ക് പിടിക്കുമ്പോൾ നമ്മൾ വളഞ്ഞു പിടിക്കുകയോ നേരെ പിടിക്കുകയോ? വളഞ്ഞു പിടിക്കുന്നത് വളരെ ക്ലേശമല്ലേ? അതുപോലെയാണ് അത്ര ഈ ദാനം, ഉഗ്രതപസ്, വ്രതചര്യാച ഒന്നും ആവശ്യമില്ല. ഭക്തിയില്ലവർക്ക് അതൊന്നും ആവശ്യം. ഇതൊക്കെ മനഃശുദ്ധിക്ക് വേണ്ടിയാണ്. ഇതൊക്കെ മാർഗങ്ങളാണ്. ഫലം മനഃശുദ്ധിയാണ്. ആരാധനം ഭഗവതത്വതക്രിയാർത്ഥോ ധർമ്മോർപ്പിത കർഹിതിൽ ദിയതേനയത്ര. ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ ഒരു മനസ്സുള്ളവർക്ക് ഇത്തരം വളഞ്ഞ വഴികളുടെ അത്യാവശ്യമേ ഇല്ല. ആമൻ ചോദിച്ചാൽ മതി,
ഇതൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുന്നവർക്ക് വ്രതചര്യയോ വിഷമമുള്ള യാഗാദികളോ പൂജയോ ആവശ്യം. ഇതൊന്നുമല്ല ഭഗവാൻ നോക്കണത്, മനഃശുദ്ധിയാണ്. സ്വരൂപമകതേവ നിപീതഭേദമോഹായ ബോധധിഷണായ നമ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ തേ നമ ഇദം ചക്രമേശ്വരായ. സ്വരൂപമകസ, എപ്പോഴും സ്വരൂപശോഭയാൽ, നിപീതഭേദമോഹായ, നശിപ്പിക്കപ്പെട്ട ഭ്രമത്തോടു കൂടിയ, ഒന്നും കൂടി പറയാം, നിപീതഭേദമോഹായ, നശിപ്പിക്കപ്പെട്ട മോഹത്തോടു കൂടിയ, ബോധധിഷണായ, ചൈതന്യമാകുന്ന ബുദ്ധിയോടുകൂടിയിരിക്കുന്ന പരസ്മൈ, പരമപുരുഷനായിക്കൊണ്ട് ഇവിടെ നമസ്കരിക്കുകയാണ് ബ്രഹ്മാവ്. അല്ലെങ്കിൽ സർവേശ്വര അങ്ങേക്ക് നമസ്കാരം. എങ്ങനത്തെ അങ്ങേക്ക്? സ്വരൂപ ശോഭ കൊണ്ട് അജ്ഞാനം തീരെ ഇല്ലാത്ത നിപീത ഭേദമോഹായ, ഭേദം മോഹം മുതലായിട്ട് നശിച്ചിരിക്കുന്നു. ഭഗവാനിൽ അങ്ങനെ ഇല്ല, അതില്ലാത്ത എന്നർത്ഥമാണ്. നിപീത ഭേദമോഹായ, ഭേദമോഹങ്ങളില്ലാത്ത ചൈതന്യ സ്വരൂപനായ അങ്ങേക്ക് നമസ്കാരം. ഇനി ആ ഭഗവാന്റെ വിശേഷണോ വിശ്വോദ്ഭവ സ്ഥിതി ലയേഷു, ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതി ലയം. ആരുണ്ടാക്കണു? ഭഗവാൻ. ആരിൽ നിൽക്കണു? ഭഗവാനിൽ. ആരില്ലാണ്ടേക്ക് ലയിക്കണു? ഭഗവാനിൽ ലയിക്കണു. വിശ്വോദ്ഭവസ്ഥിതി ലയേഷു നിമിത്തലീല രാസായ തേ നമൈദം ചക്രമേശ്വരായ. ചക്രമ, നമ ചക്രമ, ചക്രമ ചെയ്യുന്നു ഉള്ള വാക്കാണ് ചക്രമ. എന്താ ചെയ്യണം? നമസ്കാരത്തെ ചെയ്യുന്നു. നമ ഇദം ചക്രമേശ്വരായ, നമ ചക്രമ, നമസ്കാരം ചെയ്യുന്നു. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാഗൃണന്തി തേനേക ജന്മശമലം സഹസേവകിത്വാ സംയാം ജപാമൃതമൃതം തമഹം പ്രപത്യേ. ഇതും ഒരു സ്തുതിയാണ്. അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു. തം അജം ശരണം പ്രപത്യേ. അജം ജന്മമില്ലാത്തവൻ. ഒരുപാട് അർത്ഥം കേട്ടോ. ആട്, ബ്രഹ്മാവ്, ഭഗവാൻ, ഇതൊക്കെ അജം എന്നുള്ള. അജ സർവേശ്വര സിദ്ധി സർവാതിരച്യുത. അജം സഹസ്രനാമത്തിലുണ്ട് അജം, അജ. ആ അജനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഏതജനെ? ആസുവിഗമേ, പ്രാണൻ പോകുന്ന സമയത്തിങ്കൽ. ഏതൊരുവൻ ഭഗവാനെ ചിന്തിക്കുന്നു. വിവശ, പ്രാണൻ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന, എല്ലാവർക്കും വേണമല്ലോ അപ്പോൾ അത്. എനിക്കില്ല എന്ന് വിചാരിക്കും വരണവരെ. അപ്പോൾ വിവശന്മാരായിട്ട് ഏതൊരാൾ ഭഗവാനെ സ്മരിക്കുന്നുവോ, അവതാര ഗുണകർമ്മ വിഡംബനാനി, ഭഗവാന്റെ അവതാരങ്ങളെ സ്മരിക്കുന്നുവോ, നാമാനി ഗിണന്തി, നാമങ്ങളെ പറയുന്നുവോ, അവർ ജന്മദുരിതത്തെ, അനേക ജന്മശമലം, ശമലം ദുരിതം, അനേക ജന്മശമലം, അനേക ദുരിതത്തെ, അനേക ജന്മശമലം സഹസാഹിത്വ, ഉപേക്ഷിക്കണു, രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള മറവില്ലാത്ത ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി, ഭഗവാന്റെ ഗുണങ്ങളെ, കർമ്മങ്ങളെ, അവതാരങ്ങളെ ഇവയെല്ലാം ഏതൊരാൾ പ്രാണൻ പോകുമ്പോൾ ഒന്നങ്ങനെ സ്മരിച്ചാൽ മതി മനസ്സിൽ. നാമാനിയെ അസുവിഗമേ വിവശാഗണന്തി. അസു ജീവൻ പോകുന്ന സമയത്ത് സ്മരിക്കുന്നുവോ അവൻ അനവധി ജന്മദുരിതങ്ങളെ തരണം ചെയ്യുന്നു. തേ അനേക ജന്മശമലം സഹസൈവ ഹിത്വ, വളരെ പെട്ടെന്ന് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സംജാപ്യപാവൃതമൃതം ദമജം ഭജ പ്രപത്യേ. അങ്ങനെയുള്ള മാഹാത്മ്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ ഞാനിതാ സർവേശ്വര ശരണം പ്രാപിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.